ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ജനത്തെയും വിശുദ്ധന്മാരെയും ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. 90-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. അവിടെ മോശയുടെ ഒരു പ്രാർത്ഥനയാണ്, ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ് മോശെ. മോശയുടെ ജീവിതത്തിൽ ദൈവം തന്നെ വിളിച്ചതും വേർതിരിച്ചതും തന്നെ നടത്തിയതുമായ വഴികൾ തൻ്റെ ആയുസ്സിൻ്റെ അവസാന നാളുകളിൽ താൻ തിരിഞ്ഞു നോക്കുകയാണ്. എല്ലായ്പ്പോഴും ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണ്, അല്പം കൂടെ ദൈവത്തോട് ചേർന്നിരിക്കാൻ. താൻ കനാൻ നാട്ടിൽ എത്തിച്ചേരുമ്പോഴും, കനാൻ നാട്ടിൽ ഇസ്രായേൽ ജനം എത്തിച്ചേരുമ്പോഴും, മിസ്രയീമിൽ അടിമകളായി പാർക്കുമ്പോഴും മോശയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇത് പരദേശവാസമാണ്, ഇത് അടിമത്വവാസമാണ്, എന്നാൽ ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ ദൈവമാണ്. ദൈവമായിരുന്നു, ദൈവമാണ്, ദൈവം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വരുമ്പോൾ നാം എല്ലായ്പ്പോഴും ഉറപ്പായി പറയുവാൻ നാം തയ്യാറാകണം, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചകളുടെയും എല്ലാ തകർച്ചകളുടെയും നടുവിൽ എന്നെ കൈവിടാതെ എനിക്ക് സങ്കേതമായി നിൽക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയുന്നു. അതേ പ്രിയരെ, ഇസ്രായേലിൽ യോശുവയും കാലേബും ഒഴികെ, കുഞ്ഞുങ്ങളൊഴികെ മറ്റുള്ള ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവർ, അനുഭവിച്ചവർ, മരിച്ചു വീഴുന്ന കാഴ്ചകൾ കണ്ട് തകർന്നു പോകുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥന, ദൈവമേ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു. ആ ഒരു മരണഭയം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വേട്ടയാടാറുണ്ട്. പക്ഷേ ഇന്ന് ക്രിസ്തു നമുക്കായി ആ മരണത്തെ ജയിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയണം, എൻ്റെ കർത്താവ് ആ കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നൊരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ ഒരു ഭയത്തിനും ഇടവരികയില്ല. ആരൊക്കെയോ പറഞ്ഞ് നാം കേട്ടു, ഇനി ഒരിക്കലും നാം ഉയരത്തില്ല, ഉയർച്ച പ്രാപിക്കത്തില്ല, നന്മ പ്രാപിക്കത്തില്ല, അനുഗ്രഹം പ്രാപിക്കത്തില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളുക, എൻ്റെ സകല നന്മയ്ക്കും വേണ്ടി തകർന്നൊരു കർത്താവ്, എൻ്റെ സകല ഭയങ്ങളെയും മാറ്റിത്തരുവാൻ മതിയായൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സമർപ്പിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ സ്വന്തം സങ്കേതങ്ങൾ പണിയാതെ, ജീവിതത്തിൽ വിഷയങ്ങളും വേദനകളും കണ്ണുനീരുകളും കടന്നു വരുമ്പോൾ നാം തന്നെ നമുക്ക് വേണ്ടി സങ്കേതങ്ങൾ പണിയാതെ, നമ്മുടെ ജ്ഞാനം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് സങ്കേതങ്ങൾ പണിയാതെ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വസിക്കുവാൻ ഇടയായിക്കഴിഞ്ഞാൽ മോശയെപ്പോലെ നമുക്ക് പറയാൻ കഴിയും, യഹോവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ് പ്രിയരെ. ഏത് നിമിഷത്തും, ഏത് ഭയത്തിൻ്റെ നടുവിലും, നോ, ദ ഗാഡ് നെവർ ലീവ് മീ, ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കയില്ല. ഈ തകർച്ചയുടെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, ഈ രോഗക്കിടക്കയുടെ നടുവിൽ, ഭാര്യ കൈവിട്ടു പോകുമ്പോൾ, മക്കൾ മാറി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ സമ്പത്തുണ്ടായിരുന്നപ്പോൾ ഏതെല്ലാം വ്യക്തികൾ നിങ്ങളുടെ അടുക്കൽ വന്നുവോ അവരാരും നിങ്ങളെ ഒരു ടെലിഫോൺ കോൾ പോലും ചെയ്യാതെ അകന്നു മാറുമ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പറയാൻ കഴിയണം, മനുഷ്യർ എന്നെ മറന്നാലും എന്നെ മറക്കാതെ എനിക്ക് സങ്കേതമായി നിൽക്കുന്നൊരു ദൈവം. എന്താണ് സങ്കേതം? ശത്രു
ഒരു വ്യക്തിയെ തകർക്കുവാൻ വരുമ്പോൾ അവൻ ഓടി ഒളിക്കുന്ന ഒരഭയസ്ഥാനം. അതാണ് നമുക്ക് നമ്മുടെ ദൈവം, അതാണ് ക്രിസ്തു. ഫിലിപ്പിയ ലേഖനം പറയുന്നു, ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ സകല കടഭാരങ്ങളെയും മാറ്റുവാൻ മതിയായതാണ്. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. കർത്താവിൻ്റെ മരണം നമുക്ക് സമൃദ്ധിയായി ജീവൻ തരുവാൻ വേണ്ടിയാണ്. നമ്മുടെ അകൃത്യങ്ങളെയും നമ്മുടെ പാപങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും കർത്താവ് ക്രൂശിൽ വഹിച്ചു. പ്രിയരെ, ഈ പകൽക്കാലം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും, അത് മരണഭയമായിരിക്കാം, രോഗത്തിൻ്റെ ഭയമായിരിക്കാം, കടഭാരത്തിൻ്റെ ഭയമായിരിക്കാം, നമുക്ക് പറയാൻ കഴിയട്ടെ, നെവർ നെവർ നെവർ, ദ ഗോഡ് ഈസ് മൈ ഷെൽട്ടർ. ദൈവമാണ് എൻ്റെ സങ്കേതം. പിശാചേ, നീ പറയുന്ന ലെവലിലല്ല എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്, എൻ്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ കരം പിടിച്ച് നടത്തുന്നത്. ആ സങ്കേതം, ആ മറവിടമാണ് എൻ്റെ അഭയസ്ഥാനം. അതുകൊണ്ട് ഞാൻ തകരത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല. ഞാൻ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാനിടയായിത്തീരും. മേ ഗാഡ് ബ്ലെസ് യു മൈ ബ്രദേഴ്സ്. താങ്ക് യു.